നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. വളരെ ഭംഗിയായ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ റെയിൽവേ അതോറിറ്റിയോട് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം വളരെ നീറ്റായി, ഒരു പേപ്പറിൻ്റെ പീസ് വരെ ഇല്ലാതെ വളരെ നീറ്റായി, വളരെ ഭംഗിയായി വെച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ആവശ്യത്തിന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വീഡിയോ എത്ര പറ്റും അത്രയും ഷെയർ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ അതോറിറ്റികളുടെ ചെവിയിലെത്തട്ടെ. അവർ ആക്ഷന് വേണ്ടി വേഗം അവർ എന്തെങ്കിലും ആക്ഷൻ ചെയ്യട്ടെ. ഞാൻ പല ട്രിപ്പിലും കണ്ടമാനം ട്രാവൽ ചെയ്യുന്ന ആളാണ്, ട്രെയിനിലായാലും ബസ്സിലായാലും എല്ലാത്തിലും. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അവിടെ അൺനെസസറി നമ്മൾ വണ്ടി ബ്ലോക്കാവും, കുറേ നേരം ട്രെയിൻ പോകാൻ വേണ്ടി കാത്തു നിൽക്കും. എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനത്തെയുള്ള എല്ലാ ക്രോസിങ്ങിലും ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കി ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ഒരു എഫിഷ്യൻസി ആക്കി മാറ്റി അൺനെസറി വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ എല്ലാം നിർത്തിവെച്ച് ആളുകളുടെ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കാത്ത എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനെല്ലാം ഫ്ലൈറ്റിൻ്റെ എയർപോർട്ട് പോലെ ആക്കുന്നുണ്ട്. അത് ഒരു സൈഡിൽ അപ്രീസിയബിൾ ആണെങ്കിലും എന്നെ സംബന്ധിച്ചോളം റെയിൽവേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ റെയിൽ ക്രോസിങ്ങുകളും ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കി അൺനെസറി വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ, ആൾക്കാരുടെ ടൈം അവോയ്ഡ് ചെയ്യുക, ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ എൻ്റെ വില്ലേജിൻ്റെ അടുത്ത് തന്നെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട്. ഒരു പ്രാവശ്യം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 500 വണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ടാവും. എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടാവും. എത്രയോ ഫ്യൂവൽ കത്തിപ്പോകുന്നു. അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടാക്കി അതിലെ കിടത്തിവിടാനും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇതെത്താവുന്ന എല്ലായിടത്തും എത്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം.